പാർവതി പരമേശ്വരന്മാരുടെ പുത്രനായ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒറ്റ നാരങ്ങ വഴിപാട് നടത്തുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഈ വഴിപാട് നടത്തുന്നത് പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. എന്തെങ്കിലും ഒരു ആഗ്രഹം പെട്ടെന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വഴിപാട് നടത്താറുണ്ട്. എന്തെല്ലാം ആഗ്രഹങ്ങളാണ് ഇതുവഴി നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി സന്താന ഭാഗ്യം, അതായത് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് ഈ വഴിപാട് നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തന്നെ വിവാഹത്തിന് ഒരുപാട് താമസവും തടസ്സവും നേരിടുന്നവർക്ക് ഈ വഴിപാട് നടത്താം. കുഞ്ഞുങ്ങളുടെ പഠനത്തിൽ മികവ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ വഴിപാട് നമുക്ക് നടത്താവുന്നതാണ്. ഒറ്റ നാരങ്ങ വഴിപാട് നടത്തുന്നതിലൂടെ നിങ്ങൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നോ അതെല്ലാം സുബ്രഹ്മണ്യ സ്വാമി നമുക്ക് നൽകും. ഇനിയും ഈ വഴിപാട് എങ്ങനെ നടത്താം എന്ന് നമുക്ക് നോക്കാം. ഉദ്ദിഷ്ട കാര്യലബ്ധിക്കായി 6 ചൊവ്വാഴ്ച മുടങ്ങാതെ സമർപ്പിക്കേണ്ട വഴിപാടാണിത്. എന്തുകൊണ്ടാണ് ചൊവ്വാഴ്ച തിരഞ്ഞെടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ പാർവതി പരമേശ്വരന്മാരുടെയായ പുത്രനായ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും പ്രധാനമായുള്ള ദിവസമാണ് ചൊവ്വാഴ്ച. ജ്യോതിശാസ്ത്ര പ്രകാരം നോക്കുകയാണെങ്കിലും ചൊവ്വയുടെ ദേവതയാണ് സുബ്രഹ്മണ്യ സ്വാമി. അതുകൊണ്ട് തന്നെയാണ് ചൊവ്വാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. 6 ചൊവ്വാഴ്ച നമ്മളിത് മുടങ്ങാതെ സമർപ്പിക്കണം. അതിനായി നമ്മൾ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വാഴയിലയിൽ ഈ ഒരൊറ്റ നാരങ്ങായും ഒറ്റ നാണയവും ഒരു വെളുത്ത പുഷ്പവും എടുത്ത് നമ്മൾ ഭഗവാനെ 6 തവണ പ്രദക്ഷിണം ചെയ്ത് ശ്രീകോവിലിൻ്റെ നടയിൽ സമർപ്പിക്കുന്നതാണ് ചടങ്ങ്. 6 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അറുമുഖനാണ് ദൈവം. അതുകൊണ്ട് തന്നെ 6 ചൊവ്വാഴ്ചയും ഇത് മുടങ്ങാതെ സമർപ്പിക്കണം. അതുപോലെ തന്നെ നമുക്ക് 6 പ്രദക്ഷിണവും വെക്കേണ്ടതായിട്ടുണ്ട്. ശ്രീകോവിലിൻ്റെ നടയിൽ ഇത് സമർപ്പിച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഭഗവാന്റെ മൂലമന്ത്രങ്ങൾ ജപിക്കാം. വഴിപാട് ആരംഭിക്കുന്ന ആദ്യത്തെ ചൊവ്വാഴ്ച വിഘ്ന നിവാരണനായ ഗണപതി ഭഗവാനും ഈ വഴിപാട് സമർപ്പിക്കണം. അതായത് നമ്മൾ മുരുകന് ചെയ്യുന്ന അതേ വഴിപാട് നമ്മൾ ആദ്യത്തെ ചൊവ്വാഴ്ച ഗണപതി ഭഗവാനും സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. 6 ചൊവ്വാഴ്ചയും സമർപ്പിച്ച ശേഷം ഭഗവാന് നമ്മൾ ഒരു നാരങ്ങ മാല സമർപ്പിക്കേണ്ടതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു വഴിപാട് പൂർത്തീകരിക്കുന്നത്. ഒരു ചൊവ്വാഴ്ച മാത്രം നടത്തി നിർത്തരുത്. 6 ചൊവ്വാഴ്ചയും നിങ്ങളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതായിരിക്കും. ജാതകത്തിൽ ചൊവ്വയുടെ സ്ഥാനം മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം എന്നീ രാശികളിൽ നിൽക്കുന്നവർക്കും ലഗ്നം 2-ലോ 7-ലോ 8-ലോ നിൽക്കുന്നവർക്കും മകീരം, ചിത്തിര, അവിട്ടം നക്ഷത്രക്കാർക്കും ചൊവ്വ പ്രീതി വരുത്തേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരക്കാർ ഈ വഴിപാട് നടത്തുന്നത് ഏറ്റവും ഉത്തമവുമാണ്.